നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ 2025 ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള അസൈൻമെന്റുകളൊക്കെ സബ്മിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ വന്നിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 31 ആണ്. എന്നാൽ ചില അസൈൻമെന്റ് പേപ്പേഴ്സിലൊക്കെ നമുക്ക് കാണാം ഒക്ടോബർ 31 എന്ന് കൂടി കാണാം. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഒക്ടോബർ 31 വരെ നമ്മുടെ ഈ ഒരു എക്സ്റ്റൻഷൻ ഇപ്പോൾ നമുക്ക് നിലവിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു അസൈൻമെൻ്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ സബ്മിറ്റ്. അപ്പോൾ ആദ്യമായി അസൈൻമെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇഗ്നോ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മളുടെ ആകെ മാർക്കിൻ്റെ അല്ലെങ്കിൽ ആകെ ഗ്രേഡ് കാർഡിൻ്റെ 30% നമുക്ക് മാർക്ക് വരുന്നത് നമ്മളുടെ ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ എഴുതുന്ന തിയറി പേപ്പേഴ്സിന് 70% മാർക്കും നമ്മൾ എഴുതുന്ന അസൈൻമെൻറ്റ് പേപ്പറിന് 30% മാർക്കും നമുക്ക് ഈ ഒരു അസൈൻമെൻറ്റിൽ നിന്നാണ് ലഭിക്കുന്നത്. ഗ്രേഡ് മാറാനൊക്കെ നമ്മുടെ ഈ ഒരു അസൈൻമെൻറ്റ് നന്നായി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ അസൈൻമെൻറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇഗ്നോയിൽ എല്ലാ വർഷവും ഒരേ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ അല്ല വരുന്നത്. ഓരോ സെഷൻ അനുസരിച്ച് നമ്മളുടെ ഈ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യന് മാറിയിട്ട് വരും. അപ്പോൾ ആ ഈ ഒരു ടൈം നമ്മൾ ഏത് എക്സാമാണോ എഴുതുന്നത് ആ ഈ ഒരു ടൈം വാലിഡ് ആയിട്ടുള്ള അസൈൻമെൻ്റ് ആയിരിക്കണം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓരോ സബ്ജക്റ്റിനും ഓരോ അസൈൻമെൻറ്റ് വീതം നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റിന് ഒരു തവണ മാത്രം നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നീട് നമുക്ക് എക്സാം എപ്പോൾ വേണമെങ്കിലും എഴുതാവുന്നതാണ്. അഡ്മിഷനും എക്സാമും ഒക്കെ നടക്കുന്നത് പോലെ ഈ ഒരു അസൈൻമെൻറ്റ് സബ്മിഷനും നമുക്ക് 2 ടൈമാണ് നമുക്ക് വരുന്നത്. അതായത് ഡിസംബർ എക്സാമിന് മുൻപായിട്ട് നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിട്ട് ഒരു അസൈൻമെൻറ്റ് വെക്കാനുള്ള ടൈമും, അതുപോലെ തന്നെ ജൂൺ എക്സാമിന് മുൻപായിട്ട് ഈ ഒരു മാർച്ച് ടൈമിൽ നമുക്ക് ഒരു അസൈൻമെൻറ്റ് വെക്കാനുള്ള ഒരു ടൈമുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റിനും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാസ്സാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ നോക്കേണ്ട ഒന്നാണ്. അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് വാലിഡിറ്റി ഉണ്ടോ, ആ ഒരു ടൈമാണ് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു എക്സാമിൻ്റെ ടൈമിന് ആ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ വാലിഡ് ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, വാലിഡിറ്റി എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകണം. www.igno.ac.in എന്നുള്ള ഭാഗത്ത് പോവുക. അതിൽ മുകളിലായിട്ട് 3 ബാർ കാണാം. ആ ഒരു ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സ്റ്റുഡൻറ്റ് സർവീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആ സ്റ്റുഡൻറ്റ് സർവീസിലാണ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഉള്ളത്. നമുക്ക് എന്താണോ നോക്കാനുള്ളത് അതൊക്കെ നമ്മൾ ഇതുവഴിയാണ് നോക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം. പ്രോഗ്രാം, അഡ്മിഷൻ, അക്കാഡമിക് കലണ്ടർ അങ്ങനെയൊക്കെ കാണാം. അതിൽ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഡൗൺലോഡ് ഭാഗത്താണ് നമുക്ക് ഈ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് അതിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഓൾഡ് അസൈൻമെൻറ്റ് പോർട്ടൽ എന്നുണ്ട്, അതുപോലെ തന്നെ ന്യൂ കറണ്ട് അസൈൻമെൻറ്റ് പോർട്ടൽ എന്നും പറഞ്ഞിട്ടും 2 അസൈൻമെൻറ്റ് പോർട്ടൽ കാണാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ ഓൾഡ് അസൈൻമെൻറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഏകദേശം 2024-25 ടൈമിലുള്ള ക്വസ്റ്റ്യൻ വരെ നമുക്ക് അവിടെയാണ് ലഭിക്കുക. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് അധികവും നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ന്യൂ കറണ്ട് അസൈൻമെൻറ്റ് പോർട്ടലിലായിരിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം, ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം, PG ഡിപ്ലോമ പ്രോഗ്രാം, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, എല്ലാ പ്രോഗ്രാംസിൻ്റെയും അസൈൻമെൻറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം നോക്കാം. അപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഒരുപാട് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കുന്നത് MA സൈക്കോളജി എന്നുള്ളതാണ്. അതായത് MA PC ആ ഒരു കോഴ്സിൻ്റെ എങ്ങനെയാണ് അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ വാലിഡിറ്റി നോക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് MA സൈക്കോളജി നോക്കാം. ഇവിടെ കാണാം നമുക്ക് കുറേ വർഷത്തിലുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2024 ജാനുവരി 2025 എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ കാണാം. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ജൂലൈ 2024 അഡ്മിഷൻ എടുത്തവർക്കും അതുപോലെ തന്നെ ജാനുവരി 2025 അഡ്മിഷൻ എടുത്ത ഈ ഒരു ടൈമിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇവർക്ക് ഈ ഒരു ഇയർ വൈസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ ജാനുവരി 2025 അഡ്മിഷൻ എടുത്തവർ എക്സാം എഴുതുന്നത് ഈ ഒരു ഡിസംബർ 2025 അപ്പോൾ ഈ ഒരു ഡിസംബർ 2025 വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഇപ്പോൾ നമുക്ക് ഇതിലെ സെക്കൻഡ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ ജൂലൈ 2024 ആൻഡ് ജാനുവരി 2025 സെഷൻ. ഇയർ വൈസ് ആയതുകൊണ്ട് തന്നെ ജാനുവരി 2025 ആൾക്കാർക്ക് എക്സാം വരുന്നത് ഡിസംബർ 2025 അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ടൈമിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇപ്പോൾ ഈ ഒരു ഡിസംബറിൽ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ഇതിന് മുൻപ് അഡ്മിഷൻ എടുത്ത ഏത് വർഷത്തായാലും അഡ്മിഷൻ എടുത്ത ആൾക്കാർക്കും ഈ ഒരു അസൈൻമെൻ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും സബ്മിറ്റ് ചെയ്യേണ്ടത് കാര്യമില്ല, നിങ്ങൾക്കിനി എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ്, ഇപ്പോൾ എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്ക് എഴുതേണ്ട അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് സബ്മിഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് കാണാം. ഫോർ ജൂലൈ 2024 സെഷനിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ 31 മാർച്ച് 2025 നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ജൂണിൽ എക്സാം എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ജാനുവരി 2025 നിങ്ങൾ അഡ്മിഷൻ എടുത്തത് എങ്കിൽ നിങ്ങൾക്ക് 13 സെപ്റ്റംബർ 2025 സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു 2025 ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആണ് ഇത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഈ ഒരു എക്സാമിന് വാലിഡ് ആണ്. നമുക്ക് നെക്സ്റ്റ് എംകോമിൻ്റെ നോക്കാം. എംകോമിൻ്റെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 2 കറണ്ട് സെഷൻ കാണുന്നുണ്ട്. അത് കൂടാതെ ഒരു പ്രീവിയസ് സെഷനും കൂടിയുണ്ട്. അപ്പോൾ നമുക്കിതിൽ കറണ്ട് സെഷൻ 2025 ഫസ്റ്റ് സെമസ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു വെക്കാം. അപ്പോൾ ഇതിലുള്ള സെഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് 2025 ജാനുവരി ആൻഡ് 2025 ജൂലൈ സെഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സബ്മിഷൻ ഡേറ്റ് നോക്കാം. സബ്മിഷൻ ഡേറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2025 ജാനുവരിയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ ഇത് ജൂൺ 2025 വരെ വാലിഡാണ്. അതുപോലെ തന്നെ ജൂലൈയിലാണെങ്കിലും ഇത് ഡിസംബർ 2025 വരെ വാലിഡ്. ഇതിൽ തന്നെയുള്ള സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ജൂലൈ 2025 ആൻഡ് ജാനുവരി 2026 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ഇയർ ജൂലൈ 2025 അഡ്മിഷൻ എടുത്തവർക്ക് 2025 ഡിസംബറിൽ എക്സാം, സെക്കൻഡ് സെമസ്റ്റർ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ ഒരു ടൈം നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എഴുതുന്നതായിരിക്കും നമുക്ക് നല്ല. സബ്മിഷൻ ഡേറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ജൂലൈ 2025 നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് ജൂൺ 2026 ഈ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ്. ഒരു സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഈ ഒരു കറണ്ട് സെഷനിൽ മുകളിൽ ഭാഗത്ത് വരുന്നത് നമുക്ക് ഓക്കെ അല്ല. നമുക്ക് രണ്ടാമത്തെ സെഷൻ നോക്കാം. ഇതിൽ നമുക്ക് കറണ്ട് സെഷൻ 2024 2ാം സെമസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. അതിലെ ഡേറ്റ് എന്ന് പറയുന്നത് 2024-25 ഫോർ ജൂലൈ 2024 ജാനുവരി 2025 എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് നമുക്ക് താഴെ സബ്മിഷൻ എന്നുള്ള ഭാഗത്ത് നോക്കുകയാണെങ്കിലാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവുക. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ജാനുവരി 2025 അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് ഡിസംബർ 2025 ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ, അതായത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2025 ഡിസംബറിൽ എക്സാം എംകോം എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെത് 2025 ക്വസ്റ്റ്യൻ പേപ്പറും സെക്കൻഡ് സെമസ്റ്റർ 2024 ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നിങ്ങൾ തേർഡ് സെമസ്റ്ററിൻ്റെയും ഫോർത്ത് സെമസ്റ്ററിൻ്റെയും നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ സബ്മിഷൻ ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അത് 2025 ഡിസംബർ എക്സാമിനേഷൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, സബ്മിഷൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുക. അതിനുശേഷം അത് സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് MBA പ്രോഗ്രാമിൻ്റെ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് താഴോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് MBA കാണാൻ പറ്റുക. അപ്പോൾ MBA ഇവിടെ കൊടുത്തിട്ടുണ്ട്. MBAയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ MBA എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. MBAയിൽ നിങ്ങളുടെ ഏതാണോ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. താഴെയായിട്ട് ഓരോ കോഴ്സ് കോഡും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഏത് MBA എടുത്ത ആൾക്കാരായാലും അതിൽ ഫസ്റ്റ് സെം സെക്കൻഡ് സെം എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ MMBC 001 മുതൽ MMBC 0019 വരെയുള്ളത് ഓക്കെയാണ്. അപ്പോൾ അതിൽ ഞാനൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊക്കെ MBAക്ക് ഓക്കെ ആണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ജാനുവരി 2025 ആൻഡ് ജൂലൈ 2025 സെഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാനുവരി 2025 അഡ്മിഷൻ എടുത്ത ആൾക്കാർക്കും അതുപോലെ തന്നെ ജൂലൈ 2025 അഡ്മിഷൻ എടുത്ത ആൾക്കാർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വാലിഡ് ആണ്.
നിങ്ങൾ ഏത് ഇയർ ആണെങ്കിലും ഈ ഒരു 2025 ജാനുവരിക്കും ജൂലൈക്കും മുമ്പുള്ള ഏത് ഇയർ ആയാലും നിങ്ങൾ ഇപ്പോൾ അസൈൻമെൻറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അസൈൻമെൻ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ താഴെയായിട്ട് നമുക്ക് കാണാം ഈ ഒരു ഡേറ്റ് പറയുന്നുണ്ട്. ഫോർ ജാനുവരി 2025 സെഷൻ 13th ഏപ്രിലും 2025 ജൂലൈ സെഷൻ ആണെങ്കിൽ 31st ഒക്ടോബർ 2025 എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഡിസംബറിലും കഴിഞ്ഞ ജൂണിലും ഈ ഒരു അസൈൻമെൻറ്റ് വാലിഡ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങളുടേത് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് കുറേ കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടേത് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ഓൾഡ് പോർട്ടലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇഗ്നോയുടെ പുതിയ ന്യൂ കറണ്ട് പോർട്ടൽ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പോയിട്ട് ന്യൂ കറണ്ട് അസൈൻമെൻറ്റ് പോർട്ടൽ എന്ന് കാണാം. അവിടെ ഇതാ ഒരുപാട് പുതിയ അസൈൻമെൻറ്റ്സ് ഒക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു സെർച്ചിങ് ബാർ ഉണ്ടായിരിക്കും. ആ ഒരു സെർച്ചിങ് ബാറിൽ നമ്മുടെ കോഡ് ഏതാണോ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അവിടെ വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വാലിഡിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാലിഡിറ്റി നോക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് അവിടുത്തെ സബ്മിഷൻ എന്നുള്ള ഭാഗത്താണ്. സബ്മിഷൻ എന്നുള്ള ഭാഗത്താകുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇത് ഈ ഒരു ടൈം സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. 2025 ഡിസംബർ എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു എക്സാമിന് വാലിഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെർച്ചിങ് ബാറിൽ എക്സാമ്പിളായിട്ട് ഞാൻ MAPC എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു MAPCയുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്കിതാ ഇവിടെയാണ് കിട്ടുക. അതായത് ജൂലൈ 2025 ടു ജാനുവരി 2026 ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് ഇവിടെയാണ് കിട്ടുക. ഇതിൽ നിന്ന് ഒരു ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പിലോ അതല്ല എങ്കിൽ നിങ്ങളുടെ ഫയലിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് വാലിഡിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.